നമസ്കാരം. നോർത്ത് അമേരിക്കയിലെ മലയാളികളുടെ സംഘടനയായ ഫൊക്കാനയുടെ കഴിഞ്ഞകാല സാമ്പത്തിക ഇടപാടുകളിൽ സംശയം പ്രകടിപ്പിച്ച് പ്രസിഡന്റ് ജോൺ ബി ജോൺ. കഴിഞ്ഞ 32 വർഷത്തെ സാമ്പത്തിക ഇടപാടുകളിലാണ് കൃത്യതയില്ലെന്ന് അദ്ദേഹം പറഞ്ഞത്. കൃത്യമായൊരു അക്കൗണ്ടിംഗ് സിസ്റ്റം ഇതുവരെ ഉണ്ടായിരുന്നോവെന്ന് അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു. ജയ്ഹിന്ദ് വാർത്തയ്ക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ജോൺ ബി ജോൺ ഫൊക്കാനയിലെ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് സൂചന നൽകിയത്. ചില പാവപ്പെടുകൾ ഉണ്ടായിട്ടുണ്ട്. അത് തുറന്നു പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. സാമ്പത്തിക ഇടപാടുകളിലെ സുതാര്യതയില്ലായ്മയെക്കുറിച്ച് താൻ ചുമതലയേറ്റപ്പോൾ തന്നെ സഹപ്രവർത്തകരോട് സൂചിപ്പിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിലെ കുത്തഴിഞ്ഞ സാമ്പത്തിക ഇടപാടുകൾ മാറ്റി സുതാര്യത വരുത്താനാണ് ലക്ഷ്യം. അതടുത്ത കൺവെൻഷനോടെ യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫൊക്കാനയ്ക്കൊരു നല്ല ഒരു അക്കൗണ്ടിംഗ് സിസ്റ്റം 33 വർഷം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ പ്രസിഡന്റായിട്ട് ചുമതലയെടുത്തപ്പോൾ തന്നെ ഞാൻ സെക്രട്ടറി ട്രഷററായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുകയും ഒരു പുതിയ അക്കൗണ്ടിംഗ് സിസ്റ്റം ഫൊക്കാനയ്ക്ക് തുടങ്ങാനുള്ള നടപടികൾ തീരുമാനമെടുത്തു. അത് തന്നെയാണ് ഇപ്പോഴും ഈ 14 മാസമായിട്ട് അത് ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഫൊക്കാനയുടെ കൺവെൻഷൻ തീരുമ്പോൾ ഫൊക്കാനയ്ക്ക് ഒരു പുതിയ ഒരു അക്കൗണ്ടിംഗ് സിസ്റ്റം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലെ തെറ്റുകളും കുറ്റങ്ങളും പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്ന് സെക്രട്ടറി വിനോദ് കെയാർക്കി പറഞ്ഞു. ഏത് സംഘടന നോക്കിയാലും തെറ്റുകളും കുറ്റങ്ങളുമുണ്ട്. ആ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സംഘടനാ ഭാരവാഹികളുടെ പ്രധാന ചുമതല. പ്രസിഡന്റ് ശ്രീ ജോൺ പി ജോൺ പറഞ്ഞതുപോലെ എന്തെങ്കിലും തെറ്റുകൾ കഴിഞ്ഞ 32 വർഷക്കാലം ഫൊക്കാനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുവാനുള്ള നടപടികൾ. ഫൊക്കാനയിൽ സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടെന്നും അത് പരിഹരിക്കുമെന്നുമുള്ള ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും വെളിപ്പെടുത്തലുകളോടെ മുൻ ഭാരവാഹികൾ സാമ്പത്തിക ഇടപാടുകളുടെ കാര്യത്തിൽ സംശയത്തിന്റെ നിഴലിലായിരിക്കുകയാണ്. ഫൊക്കാനയിലെ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് വളരെ കാലമായുള്ള അണിയറ സംസാരത്തിനാണ് ഇവരുടെ തുറന്നു പറച്ചിലിലൂടെ ആധികാരികത കൈവന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഫൊക്കാനയിലെ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് സൂചന. നന്ദി, നമസ്കാരം.